ഹലോ ഫ്രണ്ട്സ്, ഐ ട്യൂട്ടറിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2017 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ സ്ട്രൈറ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ. The object of Butler Committee of 1927 was to option A. Define the jurisdiction of the central and provincial governments. Option B. Define the powers of the Secretary of State for India. Option C. Impose censorship on national press. Option D. Improve the relationship between the government of India and the Indian states. So ബട്ട്ലർ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മോഡേൺ ഇന്ത്യയിൽ നിന്ന് റിലേറ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫാക്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇംപ്രൂവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റേറ്റ്സും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് ബട്ട്ലർ കമ്മിറ്റി. 1927 ബട്ട്ലർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നോക്കി. ഓപ്ഷൻ സി നോക്കി, ഇമ്പോസ് സെൻസർഷിപ്പ് ഓൺ നാഷണൽ പ്രസ്. നമുക്കറിയാം നാഷണൽ പ്രസ്സിൻ്റെ മുകളിൽ എന്താണ് ഒരു സെൻസർഷിപ്പ് കൊണ്ടുവരുന്നത്. അതെന്താണ് ഈ ഒരു ബട്ട്ലർ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? വെർണക്കുലർ പ്രസ് ആക്ട്. ഓക്കെ, വെർണക്കുലർ പ്രസ് ആക്ട്, അത് 1878 അതുകൂടാതെ തന്നെ എന്താണ് ഇന്ത്യൻ പ്രസ് ആക്റ്റും ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ പ്രസ് ആക്റ്റും ഉണ്ട്. ഇന്ത്യൻ പ്രസ് ആക്ട് അത് 1910 ഓക്കെ, സോ ഇത് രണ്ടുമാണെന്ത് നാഷണൽ പ്രസിൻ്റെ മുകളിൽ സെൻസർഷിപ്പിന് വേണ്ടിയുള്ള കൊണ്ടുവന്ന ആ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ഡിഫൈൻ ദ പവേഴ്സ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ഇന്ത്യ. ഓക്കെ, പവേഴ്സ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ഇന്ത്യ അത് ഏതിലാണ് വരുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വരുന്നത്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അത് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഓക്കെ, അതിലാണെന്ത് പറയുന്നത്? പവേഴ്സ് ഓഫ് ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്സ് ഫോർ ഇന്ത്യയെ പറ്റി പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് അപ്പോൾ ആ ഒരു കാര്യം അറിയാമെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് എന്താണ്? ഡിഫൈൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. അതും എഗെയിൻ ഏതിലാണ് വരുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് വരുന്നത്. ഏത് വർഷം? 1919. ഓക്കെ, നമ്മൾ 1/6 ഫോംസ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതിലാണ് എന്ത് ഈ ഒരു കാര്യം ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ്. ഓക്കെ, സോ അതാണെന്ത് 26ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് നമ്മൾ ബട്ട്ലർ കമ്മിറ്റി റിപ്പോർട്ടിന് മറ്റ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇംപ്രൂവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതാണ് ബട്ട്ലർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടൈം ഡൊമസ്റ്റിക് കോണ്ടന്റ് റിക്വയർമെൻറ്റ് ഈസ് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ് വിത്ത് റെഫറൻസ് ടു. ഓക്കെ, എഗെയിൻ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ എന്താണ്? ഡെവലപ്പിംഗ് സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻ അവർ കൺട്രി. ഓപ്ഷൻ ബി ഗ്രാൻഡിംഗ് ലൈസൻസസ് ടു ഫോറിൻ TV ചാനൽസ് ഇൻ അവർ കൺട്രി. ഓപ്ഷൻ സി എക്സ്പോർട്ടിംഗ് അവർ ഫുഡ് പ്രോഡക്ട്സ് ടു അവർ അതർ കൺട്രീസ്. ഓപ്ഷൻ ഡി പെർമിറ്റിംഗ് ഫോറിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സെറ്റ് അപ്പ് ദെയർ ക്യാമ്പസസ് ഇൻ അവർ കൺട്രി. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി? ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി, ഡെവലപ്പിംഗ് സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻ അവർ കൺട്രി. അതാണ് എന്ത് ഡൊമസ്റ്റിക് കോണ്ടന്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോളാർ പവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഡെവലപ്പിംഗ് സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് നിന്നാണ് സോളാർ പവർ പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഏതെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കോണ്ടന്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ. ഓക്കെ, ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ്റെ കീഴിലാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ. ഓക്കെ, സോ ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഏതാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ. ആൻഡ് ഓൾസോ പിന്നെന്താണെന്ന് പറയുന്നത് ഇത് 2010 അഡാപ്റ്റ് ചെയ്തത്. ഓക്കെ, 2010 ഇന്ത്യ അഡാപ്റ്റ് ചെയ്തത്. 2010 അഡാപ്റ്റ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഓൾസോ എയിം എന്താണ്? ടാർഗറ്റ് ദ ജനറേഷൻ ഓഫ് 1 lakh മെഗാവാട്ട് ഓഫ് ഗ്രിഡ് കണക്ഷൻ. ഓക്കെ, 1 lakh മെഗാവാട്ട് ഓഫ് ഗ്രിഡ് കണക്ഷൻ. ഓക്കെ, അതാണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എയിം എന്ന് വെച്ചാൽ എയിം എന്താണ്? 1 lakh മെഗാവാട്ട് ഓഫ് ഗ്രിഡ് കണക്ഷൻ അല്ലെങ്കിൽ ഗ്രിഡ് കണക്റ്റഡ് സോളാർ കപ്പാസിറ്റി. ഓക്കെ, ഗ്രിഡ് കണക്റ്റഡ് സോളാർ കപ്പാസിറ്റി. അപ്പോൾ അതാണ് ഡൊമസ്റ്റിക് കോണ്ടന്റ് റിക്വയർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ്റെ
പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. സോ ഈ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷനിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി? ഡെവലപ്പിംഗ് സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻ അവർ കൺട്രി. ഓക്കെ, സോ അതാണ് ഇത് 27ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പുതിയ സ്കീമുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കുക, അത് ഏതിൻ്റെ അണ്ടറിലാണെന്ന് നോക്കുക, അതിൻ്റെ എയിംസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി പോകണം. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The nuclear security summits are periodically held under the aegis of United Nations. Second statement, the International Panel on Fissile Material is an organ of International Atomic Energy Agency. Which of the statements given above is or are correct? അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ എന്താണ്? 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. അപ്പോൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ ന്യൂക്ലിയർ സെക്യൂരിറ്റി സബ്മിറ്റ് ആർ പീരിയോഡിക്കലി ഹെൽഡ് അണ്ടർ ദ ഏജസ് ഓഫ് യുണൈറ്റഡ് നാഷൻ്റെ കീഴിലാണ് ന്യൂക്ലിയർ സെക്യൂരിറ്റി സബ്മിറ്റ് നടത്തുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ UN എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ സെക്യൂരിറ്റിക്കൊക്കെ എന്താണ് ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എതിരാണ്. ഓക്കെ, അതുകൂടാതെ എന്താണ് ഇവിടെ ഇത് പീരിയോഡിക്കലി ഹെൽഡ് അണ്ടർ ദ ഏജസ് ഓഫ് UN എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ന്യൂക്ലിയർ സെക്യൂരിറ്റി സബ്മിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ന്യൂക്ലിയർ സെക്യൂരിറ്റി സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ UN അണ്ടറിലുള്ള കാര്യമല്ല. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ പിന്നെ എന്താണത്? ഇത് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ആണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സെപ്പറേറ്റ് വോളണ്ടറി പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് UN അണ്ടറിലുള്ളതല്ല, ഇറ്റ്സ് എ സീരീസ് ഓഫ് ഹൈ ലെവൽ മീറ്റിംഗ്. ഓക്കെ, നമുക്കിവിടെ എഴുതാം സീരീസ് ഓഫ് ഹൈ ലെവൽ മീറ്റിംഗ്. ഓക്കെ, നോട്ട് അണ്ടർ ദ UN. ഓക്കെ, ആൻഡ് ദേ വെർ എ സെപ്പറേറ്റ് വോളണ്ടറി പ്രോസസ് ഇനിഷ്യേറ്റഡ് ബൈ ദ US. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിൽ വോളണ്ടറി പ്രോസസ് നടക്കുന്നത്? UN അല്ല, പകരം എന്താണ്? യുണൈറ്റഡ് നാഷൻ അല്ല, US ആണ്. ഓക്കെ, US ആണ് ഇതിൻ്റെ വോളണ്ടറി പ്രോഗ്രാംസ് നടത്തുന്നത്. ഓക്കെ, ടു അഡ്രസ് ദ ത്രെറ്റ് ഓഫ് ന്യൂക്ലിയർ ടെററിസം. ഓക്കെ, ന്യൂക്ലിയർ ടെററിസത്തിൻ്റെ അത് ത്രെറ്റിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ത്രെറ്റ് മനസ്സിലാക്കാനായിട്ടുള്ള അതിനുമായിട്ട് ബന്ധപ്പെട്ട് US നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത് ദ ന്യൂക്ലിയർ സെക്യൂരിറ്റി സബ്മിറ്റ് എന്ന് പറയുന്നത്. സോ UN എന്നുള്ള ഓപ്ഷൻ എന്താണ് ഇവിടെ? തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, The International Panel on Fissile Material is an organ of International Atomic Energy Agency. ഓക്കെ, International Panel on Fissile Material അതെന്താണ്? International Atomic Energy Organizationൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, International Panel on Fissile Material എന്താണ്? International Atomic Energy Agencyയുടെ ഭാഗമല്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആംസ് കൺട്രോൾ ആൻഡ് നോൺ പ്രൊളിഫറേഷൻ എക്സ്പെർട്സ്. ഓക്കെ, ഇതെന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. അത് ഏതിൻ്റെ കീഴിലല്ല? ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ കീഴിൽ അല്ല. ഓക്കെ, സോ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി neither 1 nor 2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ന്യൂക്ലിയർ സെക്യൂരിറ്റി സബ്മിറ്റ് അത് ആരുടെ കീഴിലാണ്? അത് USൻ്റെ ഒരു വോളണ്ടറി പ്രോഗ്രാമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു വോളണ്ടറി പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത്? ന്യൂക്ലിയർ സെക്യൂരിറ്റി സബ്മിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ഇൻ്റർനാഷണൽ പാനൽ ഓൺ ഫിസൈൽ മെറ്റീരിയൽ അത് എന്തിൻ്റെ ഓർഗനാണ്? അത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ ഓർഗൻ അല്ല, അതെന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി neither 1 nor 2 ആണ്. ഓക്കെ, സോ അതാണ് ഇത് 28ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ അമോങ് ദ ഫോളോയിങ് ക്യാൻ ജോയിൻ ദ നാഷണൽ പെൻഷൻ സ്കീം? നാഷണൽ പെൻഷൻ സ്കീമിൽ ഇതിൽ ആർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ റെസിഡൻറ്റ് ഇന്ത്യൻ സിറ്റിസൺസ് ഓൺലി. Option B, persons of age from 21 to 55 only. All state governments employees joining the services after the date of notification by the respective state governments. Option D, all central government employees including those of armed forces joining the services on or after 1st April 2004. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ്? നാഷണൽ പെൻഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, NPS പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? റെസിഡൻറ്റ് ഇന്ത്യൻ സിറ്റിസൺസ് ഓൺലി. ഓക്കെ, റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസ് മാത്രം ഇവിടെ ഓൺലി എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അത് നമുക്ക് എന്താണ്? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, റെസിഡൻറ്റ് മാത്രമല്ല, റീസെൻ്റ്ലി എന്താണ്? NRIസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആവാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. റെസിഡൻസിന് മാത്രമല്ല NRIസിനും എന്താണ്? നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും എന്താണ് ഇതിലേക്ക് ജോയിൻ ആവാനായിട്ട് പറ്റും.
സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി പേഴ്സൺസ് ഓഫ് ഏജ് ഫ്രം 21 to 55 ഓൺലി. ഓക്കെ, ഈ ഒരു ഏജ് നോക്കി 21 55. നോർമലി നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഇതിലും ഇന്ത്യയുടെ പ്രായപൂർത്തിയായ ഏജ് തന്നെ എത്രയാണ്? 18 ആണ്. ഓക്കെ, സോ 18 ആയവർക്ക് തൊട്ട് എന്താണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 18 to 70 ആണ് ഇതിൻ്റെ ഏജ് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, ഇതിൽ പറയുന്നത് 21 to 55 ആണ് പറയുന്നത്. പക്ഷേ എന്താണ് 18 to 70 ഇയേഴ്സ് ആയവർക്ക് എന്താണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അങ്ങനെ തെറ്റാവും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എംപ്ലോയീസ് ജോയിനിങ് ദ സർവീസസ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അതായത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനും ഓക്കെ സർവീസിലേക്ക് ജോയിൻ ചെയ്ത് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെയും കാര്യങ്ങൾ പറയുന്നത് അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ഇത് ശരിയെന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ഓൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഇൻക്ലൂഡിംഗ് ദോസ് ഓഫ് ആംഡ് ഫോഴ്സസ് ജോയിനിങ് ദ സർവീസസ് ഓൺ ഓർ ആഫ്റ്റർ 1st April 2004. ഇതിലെന്താണ് ആംഡ് ഫോഴ്സിന് എന്താണ് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എന്താണ് പറയുന്നത് NPS is applicable to all new employees of central government services except armed forces. ഓക്കെ, ആംഡ് ഫോഴ്സസിന് പറ്റത്തില്ല. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? നാഷണൽ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ജോയിനിങ് ദ സർവീസ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിത്ത് റെഫറൻസ് ടു റിവർ ടീസ്റ്റ. ഓക്കെ, ടീസ്റ്റ റിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ സോഴ്സ് ഓഫ് റിവർ ടീസ്റ്റ ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ബ്രഹ്മപുത്ര ബട്ട് ഇറ്റ് ഫ്ലോസ് ത്രൂ സിക്കിം. Second statement, river Rengid originates in Sikkim and it's a tributary of river Teesta. Third statement, river Teesta flows into Bay of Bengal on the border of India and Bangladesh. അപ്പോൾ നമുക്ക് ഇതിൽ അറിയാവുന്ന ഏതെങ്കിലും വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി റിവർ ടീസ്റ്റ ഫ്ലോസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ ഓൺ ദ ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഓക്കെ, റിവർ ടീസ്റ്റ എന്താണ് നേരിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അങ്ങനെയാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്നാൽ ടീസ്റ്റ റിവറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നേരിട്ട് എന്താണ് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നില്ല. പകരം എങ്ങനെയാണ് ഇറ്റ് ജോയിൻസ് ദ ബ്രഹ്മപുത്ര. ഓക്കെ, ജോയിൻസ് ദ ബ്രഹ്മപുത്ര. ഓക്കെ, ബ്രഹ്മപുത്രയാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന ജമുന എന്നാണ്. ഓക്കെ, സോ ഇറ്റ് ജോയിൻസ് ദ ബ്രഹ്മപുത്ര ഇൻ ബംഗ്ലാദേശ്. ഓക്കെ, ബിഫോർ ഫ്ലോയിങ് ടു ബേ ഓഫ് ബംഗാൾ. ഓക്കെ, സോ അതെന്താണ് നേരിട്ട് റിവർ ടീസ്റ്റ എന്താണ് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡർ വെച്ച് എന്താണ് നേരിട്ട് പോകുന്നില്ല. പകരം അതെന്താണ് അത് ബ്രഹ്മപുത്രയായിട്ട് ജോയിൻ ചെയ്യും ബംഗ്ലാദേശിൽ വെച്ച്. ഓക്കെ, ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്ര റിവറുമായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ബ്രഹ്മപുത്രയുടെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന ജമുന എന്നാണ്. സോ ജമുനയായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം എന്താണ് പിന്നീടാണ് ഇത് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇന്ത്യയുടെ ബോർഡറിൽ വെച്ചാണ് പോകുന്നത് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം, ഡി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരേ ഒരു ഓപ്ഷനുള്ളത് ഓപ്ഷൻ ബി 2 ഓൺലി ആണ്. ഓക്കെ, സോ അതാണ് എന്ത് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്തിപ്പറ്റാനായിട്ട് പറ്റും. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി എന്താണ് പറയുന്നത്? ദ സോഴ്സ് ഓഫ് റിവർ ടീസ്റ്റ ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെയും അതുപോലെ എന്താണ് ടീസ്റ്റയുടെയും സോഴ്സ് സെയിം ആണെന്നാണ് പറയുന്നത്. ബ്രഹ്മപുത്ര നമുക്കറിയാം എവിടെ നിന്നാണ്? ടിബറ്റിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രഹ്മപുത്രയുടെ സോഴ്സ് എവിടെയാണ്? ടിബറ്റിൽ നിന്നാണ് എന്ത് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏത് ഗ്ലേഷ്യറിൽ നിന്ന്? ആങ്സി ഗ്ലേഷ്യർ എന്നാണ് പറയുന്നത്. ഓക്കെ, ആങ്സി ഗ്ലേഷ്യർ. ഓക്കെ, അപ്പോൾ ടിബറ്റിലെ ആങ്സി ഗ്ലേഷ്യർ എന്നാണ് എന്ത് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ടീസ്റ്റ റിവറിൻ്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്? സോ ലാമോ ലേക്കാണ്. ഓക്കെ, നോർത്ത് സിക്കിമിലെ സോ ലാമോ ലേക്ക്. ഓക്കെ, നോർത്ത് സിക്കിമിലെ.
സോ ലാമോ ലേക്കിൽ നിന്നാണ് ആര് ഈ തീസ്ത റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. റിവർ രംഗീത് ഒറിജിനേറ്റ്സ് ഇൻ ദ സിക്കിം ആൻഡ് ഇറ്റ് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് റിവർ തീസ്ത. ഓക്കെ, റിവർ രംഗീത് എന്താണ് സിക്കിമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ രംഗീത് തീസ്തയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ ബി 2 ഓൺലി ആയിരിക്കും എന്ത് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റൻ നോക്കുമ്പോൾ എന്താണ് റിവർ തീസ്തയെ പറ്റി നോക്കുക, അതുപോലെ ബ്രഹ്മപുത്രയെ പറ്റി നോക്കുക, ബ്രഹ്മപുത്രയുടെ മറ്റ് ട്രിബ്യൂട്ടറീസിനെ പറ്റി നോക്കുക. അത് കൂടാതെ ഈ ഒരു ടൈമിൽ തന്നെ എന്താണ് നമുക്ക് മറ്റ് റിവേഴ്സിനെ അറിയാം. ഓക്കെ, പെരിനിയൽ റിവേഴ്സ് ആയാലും അല്ലെങ്കിൽ പെരിഫറൽ റിവേഴ്സ് ആയാലും എല്ലാത്തിനെ പറ്റി നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങൾ വേണം. അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, അത് എവിടെയാണ് അത് ചെന്ന് എത്തിച്ചേരുന്നത്, ഓക്കെ, ഡ്രെയിൻ ചെയ്യുന്നത് എവിടെയാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഗംഗയും ഇൻഡസും, ഓക്കെ, സിന്ധുവും. ഓക്കെ, സോ അതെല്ലാം എന്താണ് നമ്മൾ നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ. Consider the following statement. In tropical regions, Zika virus disease is transmitted by the same mosquito that transmits dengue. ഓക്കെ, സോ സിക്ക വൈറസിനെ പറ്റി നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിലും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, 2014 ക്വസ്റ്റ്യനിലൊക്കെ എന്താണ് സിക്ക വൈറസിനെ പറ്റി ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, സെക്ഷൽ ട്രാൻസ്മിഷൻ ഓഫ് സിക്ക വൈറസ് ഡിസീസ് ഈസ് പോസിബിൾ. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ഇൻ ട്രോപ്പിക്കൽ റീജിയൻസ് സിക്ക വൈറസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ സെയിം മസ്കിറ്റോ ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ഡെങ്കു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈഡിസ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞ്. ഓക്കെ, ഈഡിസ് ഈജിപ്റ്റ് മസ്കിറ്റോ ഏതൊക്കെയാണ് പരത്തുന്നത്, സിക്ക, അതുപോലെ ഡെങ്കു ആൻഡ് ആൾസോ ചിക്കൻ ഗുനിയ. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഈഡിസ് മസ്കിറ്റോ സ്പ്രെഡ് ചെയ്യിക്കുന്ന ഡിസീസാണ്. അതുകൊണ്ട് എന്താണ് സിക്ക വൈറസും ഡെങ്കു എന്താണ് ഈഡിസ് മസ്കിറ്റോ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, സോ രണ്ട് ഡിസീസ് എന്താണ് സെയിം മസ്കിറ്റോയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്, ട്രാൻസ്മിറ്റ് ആവുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നെക്സ്റ്റ്, സെക്ഷൽ ട്രാൻസ്മിഷൻ ഓഫ് സിക്ക വൈറസ് ഡിസീസ് ഈസ് പോസിബിൾ. ഓക്കെ, അത് നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്താണ് WHO അതുപോലെ മറ്റ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ എന്താണ് അല്ലെങ്കിൽ ഹെൽത്ത് ബോഡീസൊക്കെ എന്താണ് ഈ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, WHO അതുപോലെ മറ്റ് ഹെൽത്ത് ഓർഗനൈസേഷനും എന്താണ് പറഞ്ഞിട്ടുണ്ട്, ഏതാണ് സെക്ഷൽ ട്രാൻസ്മിഷൻ ഓഫ് സിക്ക വൈറസ് ഡിസീസ് പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം ഹ്യൂമൻ സ്പെയിംസിലൊക്കെ എന്താണ് ഈ ഒരു സിക്ക വൈറസ് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുക, ഒരുപാട് നാൾ എന്താണ് നിൽക്കാനുള്ള അല്ലെങ്കിൽ ഒരുപാട് നാൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് സെക്ഷൽ ട്രാൻസ്മിഷൻ ഓഫ് സിക്ക വൈറസ് പോസിബിൾ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ്. ഓക്കെ, അപ്പോൾ സിക്ക വൈറസിനെ പറ്റി നോക്കുക, ജസ്റ്റ് എന്താണ് ഏത് മസ്കിറ്റോ ആണോ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മസ്കിറ്റോ ആണോ വരുന്നത്, കൂടാതെ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഡിസീസസ് ലൈക്ക് ചിക്കൻ ഗുനിയ ആയാലും ഡെങ്കു ആയാലും അതിനെപ്പറ്റിയൊക്കെ എന്താണ് നോക്കി വയ്ക്കുക. അതും ആരൊക്കെയാണ് പരത്തുന്നത്, അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുകൂടിയൊക്കെ എന്താണ് ചെക്ക് ചെയ്യുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Consider the following statement. The standard mark of Bureau of Indian Standards (BIS) is mandatory for automotive tires and tubes. Second statement, ARC mark is a quality certification mark issued by the Food and Agriculture Organization (FAO). ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്കി, ആർക്ക് മാർക്ക് എന്ന് വെച്ചാൽ എന്താണ് ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ്. അത് ആരാണ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO ആണ് ഇടുന്നത്. ഓക്കെ, FAO ഇടുന്ന ഏതാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് FSSAI. അതാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു കാര്യം ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് പറയാം. ഓക്കെ, ആർക്ക് മാർക്ക് എന്ന് വെച്ചാൽ എന്താണ് ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മാർക്കാണ്. അത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്, അല്ലാതെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ല. ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ. ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ ആണ് എന്ത് ആർക്ക് മാർക്ക് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്, അല്ലാണ്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ല. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ സ്റ്റാൻഡേർഡ് മാർക്ക് ഓഫ് ബ്യൂറോ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാകുമ്പോൾ നമുക്ക് 2 എലിമിനേറ്റ് ചെയ്യാം, ബോത്ത് 1 and 2 എലിമിനേറ്റ് ചെയ്യാം. The standard mark of Bureau of Indian Standards (BIS) is mandatory for automotive tires and tubes. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് മാർക്ക് ഓഫ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BISൻ്റെ എന്താണ് ആ ഒരു
മാർക്സ് മാൻഡേറ്ററി ആണ്. എന്തിന്? ട്യൂബ്സ്, ഓട്ടോമാറ്റിക് ടയേഴ്സിനും ട്യൂബ്സിനും. ഓക്കെ, ഇതുകൂടാതെ വേറെയും കുറേ കാര്യത്തിന് എന്താണ് ഈ BAS കമ്പൽസറി ആണ്. ഏതിനൊക്കെയാണ്? ലൈക്ക് സെർട്ടൻ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഗുഡ്സ്. ഓക്കെ, ലൈക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഗുഡ്സ്, ദെൻ സിമെൻറ്റ്. ഓക്കെ, പിന്നെന്താണ്? സ്റ്റീൽ മെറ്റീരിയൽസ്. അതുകൂടാതെ എന്താണ്? ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ്. ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ്. അപ്പോൾ ഇതെല്ലാത്തിനും എന്താണ്? ഈ ഒരു BAS മാൻഡേറ്ററി ആണ്. ഓക്കെ, BAS എന്നുള്ള ടാഗ് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ദ സ്റ്റാൻഡേർഡ് മാർക്ക് ഓഫ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ദാറ്റ് ഈസ് BAS, ഈസ് മാൻഡേറ്ററി ഫോർ ഓട്ടോമേറ്റീവ് ടയേഴ്സ് ആൻഡ് ട്യൂബ്സ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് OCMARK. ഓക്കെ, OCMARK എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മാർക്കാണ്. ഇഷ്യൂഡ് ബൈ ആരാണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ല, FAO അല്ല, പകരം ആരാണ്? ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അതുകൂടാതെ ഈ BAS മാൻഡേറ്ററി ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക്സ് ആൻഡ് IT ഗുഡ്സ്, അതുപോലെ സിമെൻറ്റ്, സ്റ്റീൽ മെറ്റീരിയൽസ്, അതുപോലെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ തിങ്സ്. ഓക്കെ, ഇതിലെല്ലാത്തിനും എന്താണ്? ഇതുപോലെ വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് എന്താണ് 2-3 എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ A ആണ്. 1 only ആയിരിക്കും ആൻസർ വരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഓർ ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് സ്കീം? ഓക്കെ, നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് സ്കീമിനെ പറ്റിയാണ് പറയുന്നത്. നോക്കാം. ഇറ്റ് ഈസ് എ പാൻ ഇന്ത്യ ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടൽ ഫോർ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്. Second statement, it provides the farmers access to nationwide market with prices commensurate with the quality of their produce. ഓക്കെ, അപ്പോൾ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിനെ പറ്റി അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റത്തുള്ളൂ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. ബോത്ത് 1 and 2 ആണ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇറ്റ്സ് എ പാൻ ഇന്ത്യ ഇലക്ട്രോണിക് ട്രേഡിംഗ് പോർട്ടലാണ് ഫോർ എന്തിന്? അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്. ആൻഡ് ആൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫാമേഴ്സ് ആക്സസ് ടു നാഷൻ വൈഡ് മാർക്കറ്റ് വിത്ത് പ്രൈസസ് കൊമൻസറേറ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദെയർ പ്രൊഡക്ട്സ്. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നോക്കാം. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? ഇത് ഈ ഒരു സ്കീം അല്ലെങ്കിൽ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2015 ലോഞ്ച് ആയതാണ്. ഓക്കെ, 2015 ലോഞ്ച് ആയത്. ആൻഡ് ആൾസോ ഇത് വേറെ എന്തൊക്കെ കാര്യം ചെയ്യുന്നത്? സയൻറ്റിഫിക് സ്റ്റോറേജ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് അഗ്രി ഗുഡ്സിനെ എന്താണ്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊമോട്ട് സയൻറ്റിഫിക് സ്റ്റോറേജ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് അഗ്രി ഗുഡ്സ്, മൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഗുഡ്സ്. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന്. അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 34. വിത്ത് റെഫറൻസ് ടു നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പോളിസി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. It reiterates India's commitment to the Doha Development Agenda and the TRIPS Agreement. Second statement, Department of Industrial Policy and Promotion is the nodal agency for regulating intellectual property rights in India. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 1 only, ഓപ്ഷൻ B 2 only, ഓപ്ഷൻ C both 1 and 2, ഓപ്ഷൻ D neither 1 nor 2. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഫാക്ട് ബേസ്ഡ് ആണ്. കാരണം നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ C ആണ്. ബോത്ത് 1 and 2 രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, സോ ദ നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പോളിസി എന്താണ്? ഇത് റീട്രേറ്റ്സ് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ് ടു ദ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട ആൻഡ് ദ ട്രിപ്സ് എഗ്രിമെൻറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ is the nodal agency for regulating intellectual property rights in India. Okay, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ ഈസ് ദ നോഡൽ ഏജൻസി ഫോർ റെഗുലേറ്റിംഗ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു ട്രിപ്സ്. എന്താണ് ട്രിപ്സ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു? ട്രിപ്സ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓക്കെ, എന്താണ് ട്രേഡ് റിലേറ്റഡ് aspects of intellectual property rights.
അതാണ് എന്തെന്ന് പറയുന്നത്, ട്രിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രിപ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ലീഗൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഓൾ ദ മെമ്പർ നാഷൻ ഓഫ് ദ WTO. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള എല്ലാ കൺട്രീസിൻ്റെ അല്ലെങ്കിൽ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ മെമ്പറായിട്ടുള്ള എല്ലാ കൺട്രീസും തമ്മിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലീഗൽ എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, സോ ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലീഗൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്, ബിറ്റ്വീൻ ഓൾ ദ മെമ്പർ നാഷൻസ് ഓഫ് ദ WTO. ഓക്കെ, ഓൾ മെമ്പേഴ്സ് ഓഫ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും തമ്മിലുള്ള ഇൻ്റർനാഷണൽ ലീഗൽ എഗ്രിമെൻ്റ് ആണ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അല്ലെങ്കിൽ ട്രിപ്സ്. ഓക്കെ, ട്രിപ്സ്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എന്താണ് നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി ആരാണ്, ഇറ്റ് റീട്രേറ്റ്സ് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ് ടു ദ ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട ആൻഡ് ദ ട്രിപ്സ് എഗ്രിമെൻറ്റ്. ഓക്കെ, ട്രിപ്സ് എഗ്രിമെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷനാണ് എന്ത്, ഇതിൻ്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. According to Wildlife Protection Act 1972, which of the following animals cannot be hunted by any person except under some provisions provided by law? അപ്പോൾ ഇതിൽ ഏതൊക്കെ ആനിമൽസിനാണ് ഹണ്ട് ചെയ്യാൻ പാടില്ലാത്തത്? ഓക്കെ, നോർമൽ സർക്കംസ്റ്റാൻസിൽ നോർമൽ കണ്ടീഷനിൽ എന്താണ് ഏതൊക്കെ ആനിമൽസിനാണ് ഹണ്ട് ചെയ്യാൻ പാടില്ലാത്തത്? ഓപ്ഷൻ ഫസ്റ്റ് ഗാരിയൽ, സെക്കൻഡ് ഇന്ത്യൻ വൈൽഡ് ആസ്, തേർഡ് വൈൽഡ് ബഫലോ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്കറിയാവുന്നതാണ്. ഇതിന് മൂന്നിന് എന്താണ് നമുക്ക് ഹണ്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇത് മൂന്നും ഏതാണ്, ഷെഡ്യൂൾ 1 സ്പീഷ്യസ് ആണ്. ഷെഡ്യൂൾ 1 സ്പീഷ്യസ് ആണ്. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 വരുന്ന സ്പീഷ്യസ് ആണ് ഏതെന്ന് പറയുന്നത് ഗാരിയൽ, അതുപോലെ ഇന്ത്യൻ വൈൽഡ് ആസ്, അതുപോലെ വൈൽഡ് ബഫലോ. ഇത് മൂന്നും എന്താണ് ഷെഡ്യൂൾ 1 വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താണ് ഹണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. സോ വി കാൺ ഹണ്ട് ദീസ് അനിമൽസ്. ഏതൊക്കെ ഗാരിയൽ ആയാലും ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആയാലും വൈൽഡ് ബഫലോ ആയാലും എന്താണ് അതിനെ ഹണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗാരിയലിൻ്റെ IUCN ചെയ്ത് നോക്കുന്നത് എന്താണ്, ഇറ്റ്സ് എ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഗാരിയൽ എന്ന് പറയുന്നത് എന്താണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അതുപോലെ ഇന്ത്യൻ വൈൽഡ് ആസ് ആണെങ്കിൽ എന്താണ്, അത് വൾണറബിൾ ലിസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ വൈൽഡ് ബഫല്ലോ ഇറ്റ്സ് എൻഡേഞ്ചേർഡ്. ഓക്കെ, ആൻഡ് ഈ മൂന്ന് സ്പീഷീസും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഏതാണ്, ഷെഡ്യൂൾ 1 ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനിൽ എന്താണ് ഷെഡ്യൂൾ 1 അനിമൽസ്, അതുപോലെ ഷെഡ്യൂൾ 2 അനിമൽസ് അങ്ങനെ ഉണ്ട്. അങ്ങനെ ടോട്ടലി എത്ര ഷെഡ്യൂളുണ്ട്, ഷെഡ്യൂൾ 1 to 6 ആണുള്ളത്. ഓക്കെ, ഷെഡ്യൂൾ 1 to 6 ടോട്ടൽ നമുക്ക് എന്താണ് 6 ഷെഡ്യൂളാണുള്ളത്. അതിൽ ഷെഡ്യൂൾ 1ലും 2ലും പറയുന്നത് എന്താണ്, ഹൈ പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ഹൈ പ്രൊട്ടക്ഷനും അതുപോലെ ഹൈ പെനാൽറ്റി ഉണ്ട്. ഷെഡ്യൂൾ 1 അനിമൽസിന് എന്താണ് ഹൈ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ എന്താണ് ഹൈ പെനാൽറ്റി ഉള്ളതാണ്. സോ ഷെഡ്യൂൾ 1 അനിമൽസിന് നമുക്ക് എന്താണ് ഹണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് അതിനെ ഒരു തരത്തിലും എന്താണ് ഉപദ്രവിക്കാനായിട്ട് പറ്റത്തില്ല. സോ ദേ ആർ ഷെഡ്യൂൾ 1 ആൻഡ് 2 അനിമൽസ്. ഇനി ഷെഡ്യൂൾ 3 4 എന്താണ് പറയുന്നത്, ഷെഡ്യൂൾ 3 ആൻഡ് ഷെഡ്യൂൾ 4. ഓക്കെ, ഇവരെന്താണ് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്, ബട്ട് എന്നിരുന്നാലും ദ പെനാൽറ്റി ഈസ് ലെസ്. ഓക്കെ, അവരെ ഹണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഫസ്റ്റ് 2 ഷെഡ്യൂളിലെ അനിമൽസിനെ നമ്മൾ ഹണ്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പെനാൽറ്റിയും അതുപോലെ എന്താണ് ശിക്ഷകളും എല്ലാം വളരെ വലുതാണ്. പക്ഷേ 3rd ഷെഡ്യൂളും അതുപോലെ 4th ഷെഡ്യൂളിലെ അനിമൽസിനാണെങ്കിൽ എന്താണ് പെനാൽറ്റി ലെസ് ആയിരിക്കും കമ്പയർഡ് ടു 1st and 2nd ഷെഡ്യൂൾ. Then ഷെഡ്യൂൾ 5 അനിമൽസ് എന്താണ്, ദാറ്റ് കണ്ടെയ്ൻ അനിമൽസ് ദാറ്റ് ക്യാൻ ബി ഹണ്ടഡ്. ഓക്കെ, ഷെഡ്യൂൾ 5 അനിമൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അനിമൽസ് ദാറ്റ് ക്യാൻ ബി ഹണ്ടഡ്. ആൻഡ് ഷെഡ്യൂൾ 6 എന്താണ് പറയുന്നത്, ഷെഡ്യൂൾ 6 കണ്ടെയ്ൻ ചെയ്യുന്നത് പ്ലാന്റ് സ്പീഷീസ് ആണ്. ഓക്കെ, മെയിനായിട്ട് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം കൾട്ടിവേഷൻ ആൻഡ് പ്ലാന്റിങ്. ഓക്കെ, സോ ഷെഡ്യൂൾ 6 വരുന്നത് പ്ലാന്റ് സ്പീഷീസ് ആണ് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം കൾട്ടിവേഷൻ ആൻഡ് പ്ലാന്റിങ്. ഓക്കെ, സോ അതാണ് 6 ഷെഡ്യൂൾ. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇതിൽ ഏതൊക്കെ അനിമൽസിനെയാണ് ഹണ്ട് ചെയ്യാൻ പാടില്ലാത്തത്? 3 അനിമൽസിനെ നമുക്ക് എന്താണ് ഹണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗാരിയലായാലും ഇന്ത്യൻ വൈൽഡ് ആസ് ആയാലും വൈൽഡ് ബഫല്ലോ ആയാലും എന്താണ് അത് 3 ഷെഡ്യൂൾ 1 സ്പീഷീസ് ആണ്. സോ അതിനെ നമുക്ക് ഹണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവരുടെ IUCN സ്റ്റാറ്റസ് നോക്കുന്നതും ഗാരിയൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ദെൻ ഇന്ത്യൻ വൈൽഡ് ആസ് ഏതാണ്, വൾണറബിൾ ആണ്. വൈൽഡ് ബഫല്ലോ എൻഡേഞ്ചേർഡ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ D 1, 2 and 3 ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ജസ്റ്റ് ബാക്കി ഷെഡ്യൂൾ 1 വരുന്ന ബാക്കി അനിമൽസിനെ പറ്റി ജസ്റ്റ് നോക്കുക. അതുകൂടാതെ 6 ഷെഡ്യൂളും അതിൽ വരുന്ന അനിമൽസ് ഏതിനെയൊക്കെ നമുക്ക് ഹണ്ട് ചെയ്യാം, ഏതിൻ്റെയൊക്കെ പെനാൽറ്റി എത്രയൊക്കെയാണ് വരുന്നത് ജസ്റ്റ് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 36. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ?
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ടു എൻഫോഴ്സ് ദീസ് ഡ്യൂട്ടീസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ദേ ആർ കോ റിലേറ്റീവ് ടു ലീഗൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. അപ്പോൾ നോക്കിയാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? എ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ടു എൻഫോഴ്സ് ദീസ് ഡ്യൂട്ടീസ്. ഓക്കെ, അവിടെ ഒരു വേർഡ് ഉണ്ട്, എൻഫോഴ്സ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ് എൻഫോഴ്സ് ചെയ്യാറില്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു നമുക്ക് എന്താണ് എൻഫോഴ്സ് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദേ ആർ കോ റിലേറ്റീവ് ടു ലീഗൽ ഡ്യൂട്ടീസ്. ഓക്കെ, ലീഗൽ ഡ്യൂട്ടീസുമായിട്ട് കോ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. കാരണം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ലീഗൽ ഡ്യൂട്ടീസും എന്താണ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അവർ എന്താണ് കോറിലേറ്റ് ചെയ്യുന്നില്ല. ലീഗൽ ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ലായുമായിട്ട് നമ്മുടെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ലോസ്. ഓക്കെ, സച്ച് ദേ ആർ റിക്വയർഡ് ടു ബി ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദ ലോ. അതാണ് എന്തെന്ന് പറയുന്നത് ലീഗൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ബട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് അങ്ങനെയല്ല. അതൊരു പൗരൻ്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ എന്താണ് പൗരൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് ലീഗൽ ഡ്യൂട്ടി ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? അതൊരു മോറൽ ഒബ്ലിഗേഷനാണ്, നമ്മുടെ പൗരന്മാരുടെ അല്ലെങ്കിൽ എന്താണ് സിറ്റിസൻസിൻ്റെ ഒരു മോറൽ ഒബ്ലിഗേഷനാണ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? നമ്മൾ ആർട്ടിക്കിൾ 51A. ഓക്കെ, ആർട്ടിക്കിൾ 51A ഏത് വരുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. കൂടാതെ ഏത് പാർട്ട് 4A. പാർട്ട് 4A. ഓക്കെ, പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഓക്കെ, ഇത് ആദ്യമേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നപ്പോഴേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിൽ ഇൻക്ലൂഡ് ആയിരുന്നില്ല. പകരം എപ്പോഴാണ് ആഡ് ചെയ്തത്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിലാണ് എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ. ഓക്കെ, സോ 1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. പാർട്ട് 4A ആർട്ടിക്കിൾ 51A എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആൾസോ ദേ ആർ നോട്ട് എൻഫോഴ്സിബിൾ. ഓക്കെ, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ആൻഡ് ആൾസോ രണ്ടാമത് പറഞ്ഞെന്താണ് ലീഗൽ ഡ്യൂട്ടി ആയിട്ട് കോറിലേറ്റ് ആവുന്നതെന്ന് പറഞ്ഞത്. ബട്ട് ലീഗൽ ഡ്യൂട്ടീസ് ഈസ് ഓൺ ദാറ്റ് റിക്വയർഡ് ടു ബി ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദ ലോ. ഓക്കെ, അതുകൊണ്ട് എന്താണ് ലീഗൽ ഡ്യൂട്ടി ആയിട്ട് അത് കോറിലേറ്റ് ചെയ്തില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കുന്നതിൻ്റെ കൂടെ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ എന്താണ് DPSPസും കൂടെ നോക്കി പോവുക. ഓക്കെ, ഇത് മൂന്നും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. നെക്സ്റ്റ് 37ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ്. രാഘാകാന്ത് ദേവ്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. സെക്കൻഡ് വൺ ഗുസ്ലു ലക്ഷ്മി നാരായൺ സ്വാമി ചെട്ടി, ഫൗണ്ടർ ഓഫ് ദ മദ്രാസ് മഹാജൻ സഭ. മൂന്നാമത്തേത് സുരേന്ദ്രനാഥ് ബാനർജി, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ഏതൊക്കെയാണ് പേഴ്സാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത് നോക്കി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മദ്രാസ് മഹാജൻ സഭയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാര്യം അത് ആരാണ്? മദ്രാസ് മഹാജൻ സഭയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് വീരരാഘവ ആചാര്യയാണ്. വീരരാഘവ ആചാര്യ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? എസ് രാമസ്വാമി മുതലിയാരും പി ആനന്ദചാര്യലും ഉണ്ടായിരുന്നു. ബട്ട് മെയിനായിട്ട് എന്താണ് വീരരാഘവ ആചാര്യയാണത് മദ്രാസ് മഹാജൻ സഭയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ മാച്ചിങ് എന്താണ് തെറ്റാണ്. അത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ്. 1 only, 1 and 3 only. സോ 1 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാധാകാന്ത് ദേവാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കി, സുരേന്ദ്രനാഥ് ബാനർജി, ഫൗണ്ടർ ഓഫ് ദ ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, ഇന്ത്യൻ അസോസിയേഷൻ്റെ ഫൗണ്ടർ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫാക്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ അസോസിയേഷൻ്റെ ഫൗണ്ടർ സുരേന്ദ്രനാഥ് ബാനർജിയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഓപ്ഷൻ ആദ്യത്തെ പേരും അതുപോലെ എന്താണ് തേർഡ് പേരുമാണ് റൈറ്റ്. സോ ഓപ്ഷൻ ബി 1 and 3 only ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, രണ്ടാമത്തേത് ആരാണ്? ഫൗണ്ടർ ഓഫ് മദ്രാസ് മഹാജൻ സഭ എന്ന് പറയുന്നത് വീരരാഘവാചാര്യ, അതുപോലെ എസ് രാമസ്വാമി മുതലിയാർ, അതുപോലെ പി ആനന്ദചാര്യൽ. ഇവർ 3 പേരുമാണെന്ത് മദ്രാസ് മഹാജൻ സഭ 1884 സ്ഥാപിച്ചത്. ഓക്കെ, വീരരാഘവാചാര്യ, അതുപോലെ എസ് രാമസ്വാമി മുതലിയാർ, ദെൻ പി ആനന്ദചാര്യൽ.
ചാർലു. ഇനി നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ അതെപ്പോഴാണ് സ്ഥാപിച്ചത്? 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഓക്കെ, സോ അത് 1851 രാജാ രാധാകാന്ത് ദേവ് അദ്ദേഹമായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് പറയുന്നത്. സോ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? രാജാ രാധാകാന്ത് ദേവ്. ഓക്കെ, അതുകൂടാതെ ആ ടൈമിൽ അതിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? ദേബേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഏത്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആ ടൈമിലെ സെക്രട്ടറി ദേബേന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ അസോസിയേഷൻ്റെ പറഞ്ഞു ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും അതുപോലെ ആനന്ദ മോഹൻ ബോസും ആണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. സുരേന്ദ്രനാഥ് ബാനർജിയുടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അദ്ദേഹം കൂടാതെ പിന്നെ ആരാണ് ഉണ്ടായിരുന്നത്? ആനന്ദ മോഹൻ ബോസ്. 1876 ഇത് സ്ഥാപിച്ചത്. ഓക്കെ, സോ 1876 സുരേന്ദ്രനാഥ് ബാനർജി അതുപോലെ ആനന്ദ് മോഹൻ ബോസും കൂടിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ ഈ ഇയേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. ചിലപ്പോൾ എന്തായിരിക്കും ഏതായിരിക്കും ആ ഒരു ഓർഡറിന് ചോദിക്കും. ഓക്കെ, ഫസ്റ്റ് വന്ന് ഏതാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851 അതുപോലെ മദ്രാസ് മഹാജൻസഭ 1884 ദെൻ ഇന്ത്യൻ അസോസിയേഷൻ 1876 ഓക്കെ, അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following objectives is not embodied in the preamble to the Constitution of India? ഓക്കെ, പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. ഓക്കെ, നോക്കി ഏതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നപ്പോൾ അതിൽ നോട്ട് എംബഡീഡ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ലിബർട്ടി ഓഫ് തോട്ട്, ഓപ്ഷൻ ബി എക്കണോമിക് ലിബർട്ടി, ഓപ്ഷൻ സി ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ഓപ്ഷൻ ഡി ലിബർട്ടി ഓഫ് ബിലീഫ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇല്ലാത്തത്? നമുക്കറിയാം എക്കണോമിക് ലിബർട്ടി ആണെന്ത് ഇതിൽ ഇല്ലാത്തത്. ഓക്കെ, ലിബർട്ടി ഓഫ് തോട്ട് ആയാലും അതുപോലെ ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ ആയാലും ലിബർട്ടി ഓഫ് ബിലീഫ് ആയാലും എന്താണ് ഇതെല്ലാം നമ്മുടെ പ്രിയാമ്പിളിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ പ്രിയാമ്പിളിൽ ഏതൊക്കെയാണുള്ളത്? ഇറ്റ് സെക്യൂർസ് ടു ഓൾ ഇറ്റ് സിറ്റിസൺ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഓക്കെ, ഇത് നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നതാണ്. ഏതൊക്കെയാണ്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അപ്പോൾ ഇത് ഇത്രയും എന്താണ് നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നതാണ്. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. സോ അതിലില്ലാത്ത ഏതാണ്? എക്കണോമിക് ലിബർട്ടിയാണ് ഇല്ലാത്തത്. സോ അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ ബി എക്കണോമിക് ലിബർട്ടിയാണ് ആൻസർ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രിയാമ്പിൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ നമ്മുടെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അത് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ എന്താണ് നമ്മുടെ പ്രിയാമ്പിൾ അന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എന്താണ് നമ്മൾ പുതിയ 3 വേർഡ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 3 ന്യൂ വേർഡ്സ്. ഏതൊക്കെയായിരുന്നു അത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ ഇൻറ്റഗ്രിറ്റി. ഓക്കെ, അപ്പോൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെ നമ്മൾ കൊണ്ടുവന്ന 3 വേർഡ്സാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വേർഡ്സ്. അതുപോലെ ഇവിടെ പറയുന്ന എക്കണോമിക് ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രിയാമ്പിളിൽ ഇല്ലാത്തതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് പ്രിയാമ്പിളിൽ നമ്മുടെ പ്രിയാമ്പിൾ ഉണ്ടായിരുന്ന ടൈമിൽ ഏതൊക്കെ വേർഡ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് പിന്നീട് ആഡ് ചെയ്തത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കി വയ്ക്കുക. അപ്പോൾ എക്കണോമിക് ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. പകരം ഏതൊക്കെയാണ് ഉള്ളത്? ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇത് ഇത്രയും ഉണ്ട്. അതുകൂടാതെ എന്താണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലെ നമ്മൾ 3 ന്യൂ വേർഡ്സ് ആഡ് ചെയ്തു. അതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ എന്താണ് ഇൻറ്റഗ്രിറ്റി. ഈ 3 വേർഡ്സാണ് നമ്മൾ പിന്നീട് ആഡ് ചെയ്തത്. ഓക്കെ, 1976. സോ അതാണ് 38ാമത്തെ ക്വസ്റ്റ്യൻ. 39 നോക്കാം. വിത്ത് റെഫറൻസ് ടു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCI, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Statement 1. QCI was set up jointly by the Government of India and the Indian industry. Second statement. Chairman of QCI is appointed by the Prime Minister on the recommendations of the industry to the government. So ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഓക്കെ, അഗെയിൻ നമുക്ക് ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഏതാണ്? QCI അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? QCI വാസ് സെറ്റപ്പ് ജോയിൻലി ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ ഇൻഡസ്ട്രി. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, QCI എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തത്? ഇറ്റ് വാസ് ജോയിൻലി സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ എന്താണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും കൂടെ ചേർന്നാണ് എന്ത് QCI സെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫോം ചെയ്തിട്ടുള്ളത്.
ആൻഡ് ആൾസോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ചെയർമാൻ ഓഫ് QCI ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഇൻഡസ്ട്രി ടു ദ ഗവൺമെൻറ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. QCIയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, PM ആണ് QCIയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഹൂ, ഇൻഡസ്ട്രി ടു ദ ഗവൺമെൻറ്. ഓക്കെ, സോ ഇൻഡസ്ട്രിയിൽ നിന്ന് ഗവൺമെൻറ്റിൽ വരുന്ന റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് പ്രൈം മിനിസ്റ്ററാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ചെയർമാൻ ഓഫ് QCIനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആൻസർ ഏതാണ്, ബോത്ത് 1 and 2 ആയിരിക്കും. ഓക്കെ, സോ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറഞ്ഞത്. സോ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, ഈ ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് ഏത് വരുന്നത്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വരുന്നത്. ഓക്കെ, സോ ആൻസർ ഏതാണ്, ബോത്ത് 1 and 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇൻ ഇന്ത്യ? ഓക്കെ, സ്മോൾ ഫിനാൻസ് ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. Third, to encourage young entrepreneurs to set up businesses, particularly in rural area. Select the correct answer using the code given below. Option A, 1 and 2 only. Option B, 2 and 3 only. Option C, 1 and 3 only. Option D, 1, 2 and 3. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്, നമ്മുടെ RBIയുടെ കീഴിൽ അല്ലെങ്കിൽ എന്താണ് RBI എസ്റ്റാബ്ലിഷ്ഡ് ചെയ്ത ഒരു ബാങ്കാണ് എന്ന് പറയുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ആരായിരിക്കും അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഓൾവേസ് RBI ആയിരിക്കും. ഓക്കെ, സോ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് അല്ലെങ്കിൽ SFBs RBI ആണ് അത് കൊണ്ടുവന്നത്. കൂടാതെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് അതിൻ്റെ പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. ആൻഡ് സെക്കൻഡ് വൺ, ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട എയിമായിരുന്നു ഏതൊക്കെയെന്ന് പറയുന്നത്, ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ആൻഡ് ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ടു എൻകറേജ് യങ് എൻ്റർപ്രണേഴ്സ് ടു സെറ്റ് അപ്പ് ബിസിനസ്സസ് പർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയ. അതേതാണ്, സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എയിമിൽ വരുന്നതല്ല. ഓക്കെ, സോ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമാണ് ശരി, അതായത് ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സും അതുപോലെ ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഇത് രണ്ടും ഏതിൻ്റെ കീഴിലാണ് വരുന്നത്, സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കീഴിലാണ് വരുന്നത്. സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ A 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി ബേസിക് ബാങ്കിങ് സർവീസ് റൂറൽ ഏരിയാസിലേക്ക് എത്തിക്കുക എന്നൊരു എയിമുമായിട്ടാണ് എന്ത് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് വന്നത്. ഓക്കെ, അതായത് നമ്മൾ റൂറൽ ഏരിയാസിലെ ആൾക്കാർക്കും എന്താണ് ബാങ്കിങ്ങിലേക്ക് ഇടപെടാനായിട്ട് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ബാങ്കിങ് ഈസി ആക്കാനായിട്ട് ആ ഒരു പർപ്പസോട് കൂടി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് സർവീസ് എന്താണ് അൺറിസർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസർവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ് എത്തുക എന്നൊരു പർപ്പസോട് കൂടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നത് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ A 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 41. With reference to Asia Pacific Ministerial Conference on Housing and Urban Development, that is APM-CHUD, consider the following statements. First statement, the first APM-CHUD was held in India in 2006 on the theme Emerging Urban Forms Policy, Response and Governance Structure. Second, India hosts all the annual ministerial conference in participation with ADB, APEC and ASEAN. ഓക്കെ, സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതിനെ പറ്റിയാണ് പറയുന്നത്, ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇന്ത്യ ഹോസ്റ്റ് ഓൾ ദ ആനുവൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഓക്കെ വിത്ത് ADB, APEC ആൻഡ് ASEAN. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എല്ലാ ആനുവൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസും ആരാണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണെന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം പറയുന്നതാണ് ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എല്ലാ ആനുവൽ മിനിസ്റ്റീരിയൽ മീറ്റിംഗ്സും ഇന്ത്യ തന്നെ ഹോസ്റ്റ് ചെയ്യണമെന്നില്ല. സോ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഏഷ്യ പസഫിക് റീജിയനിൽ വേറെ ഒരുപാട് കൺട്രീസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആണെന്ന് മനസ്സിലാക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ ഏതൊക്കെ ആൻസർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബിയും അതുപോലെ ഓപ്ഷൻ സിയും എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും.
പിന്നെ നമുക്കുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതെന്താണ് പറയുന്നത്, ദ ഫസ്റ്റ് APM CHUD വാസ് ഹെൽഡ് ഇൻ ഇന്ത്യ ഇൻ 2006 ഓൺ ദ തീം എമേർജിങ് അർബൻ ഫോംസ് പോളിസി റെസ്പോൺസ് ആൻഡ് ഗവർണൻസ് സ്ട്രക്ചർ. അതെന്താണ്, ശരിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് APM CHUD വാസ് ഹെൽഡ് ഇൻ എവിടെയാണ്, ഇന്ത്യയിലായിരുന്നു. 2006 അത് ഹെൽഡ് ചെയ്തത്. ആൻഡ് ഓൾസോ അവരുടെ തീം എന്താണ്, എമേർജിങ് അർബൻ ഫോംസ് പോളിസി റെസ്പോൺസ് ആൻഡ് ഗവർണൻസ് സ്ട്രക്ചറാണ്. കൂടാതെ ഇന്ത്യ എന്താണ് എല്ലാ മിനിസ്റ്റീരിയൽ മീറ്റിംഗ്സും എന്താണ് ഹോസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ പറയുന്നത് എന്താണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു കോൺഫറൻസ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ADB, APEC ആൻഡ് ASEAN എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതും എന്താണ് തെറ്റാണ്. കാരണം ഈ കോൺഫറൻസ് കണ്ടക്റ്റഡ് അണ്ടർ ദ ഏജസ് ഓഫ് UN ഹാബിറ്ററ്റിലാണ്. ഓക്കെ, അല്ലാതെ എന്താണ് ADBയിലോ അല്ലെങ്കിൽ APECയിലോ ഏഷ്യനിലോ അല്ല. ഓക്കെ, UN ഹാബിറ്ററ്റ് ആണ്, UN ഹാബിറ്ററ്റ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ A 1 only ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42. Democracy's superior virtue lies in the fact that it calls into activity, option A, the intelligence and character of ordinary men and women, option B, the methods for strengthening executive leadership, option C, a superior individual with dynamism and vision, option D, a band of dedicated party workers. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്, ഡെമോക്രസീസ് സുപ്പീരിയർ വിർച്യു. ഓക്കെ, ഡെമോക്രസി സുപ്പീരിയർ വിർച്യു. എന്താണ് ഡെമോക്രസി നമുക്കറിയാം. എന്താണ്, പീപ്പിൾ എലക്ട് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ബൈ എക്സസൈസിങ് ദെയർ വോട്ട്സ്. അതാണ് എന്ന് പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോക്രസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്, പീപ്പിൾസിനാണ് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡെമോക്രസിയിൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, പീപ്പിൾസിനാണ്. കാരണം പീപ്പിൾസ്, ജനങ്ങൾ എന്താണ് ഇലക്ട് ചെയ്താണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് എപ്പോഴും ഓർഡിനറി പീപ്പിൾസിനായിരിക്കും എന്ത് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ ഇൻ്റലിജൻസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ഓർഡിനറി മെൻ ആൻഡ് വുമൺ. സോ അതായിരിക്കും എന്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Okay, so since democracy requires division making by the people by exercising their votes, the process involves people's intelligence and ക്യാരക്ടർ. ഓക്കെ, ആളുകളുടെ ഇൻ്റലിജൻസും അതുപോലെ എന്താണ് ക്യാരക്ടറുമാണ് എന്ത് ഡെമോക്രസിയുടെ സുപ്പീരിയർ വിർച്യു എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ആളുകളാണെന്ത്, ജനങ്ങളാണെന്ത് ഡെമോക്രസിയിലേക്ക് ആൾക്കാരെ അല്ലെങ്കിൽ എന്താണ് അവരുടെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഓർഡിനറി മെൻ ആൻഡ് വുമൻസിൻ്റെ ഇൻ്റലിജൻസ് ആൻഡ് ക്യാരക്ടറാണെന്ത് അവിടെ പ്രകടമായിട്ടുണ്ട്. സോ ഓപ്ഷൻ A, ദ ഇൻ്റലിജൻസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ഓർഡിനറി മെൻ ആൻഡ് വുമൺ ആണെന്ത് ഡെമോക്രസി സുപ്പീരിയർ വിർച്യു എന്ന് പറയുന്നത്. ഓക്കെ, സോ 42nd ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്, ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് 43. Which of the following is a most likely consequences of implementing the unified payments interference? ഓക്കെ, നമുക്കറിയാം UPI പറ്റിയാണ് ചോദിച്ചേക്കുന്നത്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫറൻസ്. മോസ്റ്റ് ലൈക്ലി കോൺസിക്വൻസസ്. ഓക്കെ, സോ UPI കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A, മൊബൈൽ വാലറ്റ്സ് വിൽ നോട്ട് ബി നെസസറി ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ്സ്. ഓപ്ഷൻ B, digital currency will totally replace the physical currency in about 2 decades. Option C, FDI inflows will drastically increase. Option D, direct transfer of subsidies to poor people will become very effective. ഓക്കെ, സോ UPI വന്നാൽ അല്ലെങ്കിൽ എന്താണ് UPI കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ D നോക്കി, നമുക്ക് താഴെ ഒന്ന് പോവാം. ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡീസ് ടു പുവർ പീപ്പിൾ വിൽ ബിക്കം വെരി എഫക്റ്റീവ്. ഓക്കെ, സോ അതെന്താണ് ഒരു ബന്ധവുമില്ല. കാരണം UPI വന്നതുകൊണ്ട് എന്താണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡീസ് എന്താണ് കുറയുകയോ കൂടുതൽ അതിലെന്താണ് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡീസ് ടു പുവർ വിൽ ബിക്കം വെരി എഫക്റ്റീവ്. ഓക്കെ, അങ്ങനെ ഉണ്ടായതുകൊണ്ട് അതൊരു കോൺസിക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ കേസ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായാലും എന്താണ് അതൊരു കോൺസിക്വൻസ് ആവത്തില്ല. സോ ഓപ്ഷൻ D നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കി, FDI അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഇൻഫ്ലോ ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, FDIയുടെ ഇൻക്രീസ് എന്താണ് UPI വരുന്നതുകൊണ്ട് FDI ഇൻക്രീസ് ഡ്രാസ്റ്റിക്കലി ആവണമെന്നില്ല. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എക്സ്ട്രീമായിട്ട് വരുന്നതാണ്, നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. Then digital currency will totally replace the physical currency in about 2 decades. ഓക്കെ, വീണ്ടും ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 decades കൊണ്ട് എന്താണ് ഡിജിറ്റൽ കറൻസി ഫിസിക്കൽ കറൻസിയെ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അതിനുള്ള പോസിബിലിറ്റി എന്താണ് വളരെ കുറവാണ്. സോ അത് എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ നമുക്കുള്ള ആൻസർ ഓപ്ഷൻ ഏതാണ്, മൊബൈൽ വാലറ്റ്സ് വിൽ നോട്ട് ബി നെസസറി ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ്സ്. ഓക്കെ, സോ ആ ഓപ്ഷൻ A ആണെന്ത് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മൊബൈൽ വാലറ്റ്സ് വിൽ നോട്ട് ബി റിക്വയർഡ്. ഓക്കെ, അല്ലെങ്കിൽ വിൽ നോട്ട് ബി നെസസറി ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ്സ്. ഓക്കെ, സോ അതാണ് എന്ത് UPIയുടെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് UPI എന്ന് വെച്ചാൽ UPI അലോസ് യു ടു പേ ഡയറക്ട്ലി ഫ്രം യുവർ ബാങ്ക് അക്കൗണ്ട് ടു ഡിഫറെൻറ്റ് മെർച്ചൻസ്
വിത്തൗട്ട് ഹാസിൽ ഓഫ് ടൈപ്പിംഗ് ഓർ എനി അതർ ഡീറ്റെയിൽസ് ഓഫ് ദ കാർഡ്. നമ്മൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കി അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കറിയാം UPI പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നോർമലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് എന്താണ് മറ്റൊരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ് വാലിഡ് പാസ്വേഡോ അല്ലെങ്കിൽ എന്താണ് കാർഡ് ഡീറ്റെയിൽസോ അങ്ങനത്തെ ഒന്നും നെറ്റ് ബാങ്കിങ്ങോ ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. Now, UPI is an instant real-time payment system developed by NPCI, ആരാണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ. സോ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് എന്ത് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ത്രൂ മൊബൈൽ ഫോൺസ്. ഓക്കെ. നമ്മുടെ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ത്രൂ മൊബൈൽ ഫോൺസ് ആ ഒരു കൺസെപ്റ്റാണ് ഏത് വരുന്നത് UPIയിലേക്ക് വരുന്നത്. ഓക്കെ. ഇറ്റ്സ് ആൻ ഇൻസ്റ്റൻറ്റ് റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ. സോ UPI പറ്റി ചോദിക്കാൻ നമുക്ക് എന്തൊക്കെ അറിയണം? ഇറ്റ്സ് ആൻ ഇൻസ്റ്റൻറ്റ് റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഡെവലപ്ഡ് ബൈ ആരാണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് NPCI ആണ്. ദെൻ എന്താണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്? ടു ഫെസിലിറ്റേറ്റിംഗ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ത്രൂ മൊബൈൽ ഫോൺസ്. ഓക്കെ. മൊബൈൽ ഫോൺസ് യൂസ് ചെയ്ത് നമ്മുടെ എന്താണ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. ഓക്കെ. സോ ആൻസർ ചെയ്യുന്നതാണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും. മൊബൈൽ വാലറ്റ്സ് വിൽ നോട്ട് ബി നെസസറി ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ്സ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ടേം ഈവൻ ഹൊറിസോൺ, സിംഗുലാരിറ്റി, string theory and standard models are sometimes seen in the news in the context of option A, observation and understanding the universe, option B, study of the solar and the lunar eclipses, option C, placing satellites in the orbit of the earth, option D, origin and evolution of living organisms on the earth. അപ്പോൾ ഈ ഇവൻറ്റ് ഹൊറിസോണും അതുപോലെ സിംഗുലാരിറ്റി, സ്ട്രിങ് തിയറി, സ്റ്റാൻഡേർഡ് മോഡൽസ് ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ളത്? കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇവൻറ്റ് ഹൊറിസോൺ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മുടെ യൂണിവേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള. അല്ലെങ്കിൽ എന്താണ് ബാക്കി ഓപ്ഷൻസ് നോക്കി? ഓപ്ഷൻ ബി വരുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് സോണാർ ആൻഡ് ലൂണർ എക്ലിപ്സസ്. ദെൻ ഓപ്ഷൻ സി വരുന്നത് പ്ലേസിംഗ് സാറ്റലൈറ്റ്സ് ഇൻ ദ ഓർബിറ്റ് ഓഫ് ദ എർത്ത്. അതുപോലെ ഓപ്ഷൻ ഡി എന്താണ്? ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓൺ ദ എർത്ത്. അപ്പോൾ എന്താണ് ഇതൊന്നുമല്ല, ഏതാണ്? ഒബ്സർവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. കാരണം ഈ 4 വേർഡ്സും എന്താണ് 4 ടേംസും 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. സോ ആൻസർ ഓപ്ഷൻ എ, ഒബ്സർവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. ഓക്കെ. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഈവൻ ഹൊറിസോൺ. ഈവൻ ഹൊറിസോൺ നമുക്ക് പറഞ്ഞാൽ എന്താണ്? അത് ബ്ലാക്ക് ഹോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. ഈവൻ ഹൊറിസോൺ സംതിങ് റിലേറ്റഡ് ടു ബ്ലാക്ക് ഹോൾ ആണ്. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഈവൻ ഹൊറിസോൺ ബ്ലാക്ക് ഹോൾ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സിംഗുലാരിറ്റി ആണ്. സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഇൻഫിനിറ്റ് ഡെൻസിറ്റി ആൻഡ് ഗ്രാവിറ്റി. ഓക്കെ. സോ സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഇൻഫിനിറ്റ് ഡെൻസിറ്റി ആൻഡ് ഗ്രാവിറ്റി ആൻഡ് ഇറ്റ്സ് ഓഫൺ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സെൻറ്റർ ഓഫ് എ ബ്ലാക്ക് ഹോൾ. ഓക്കെ. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സെൻറ്ററിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പേര് അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്ന ഒരു ടൈം, അതിനാണ് എന്തെന്ന് പറയുന്നത്? സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഈവൻ ഹൊറിസോൺ ബ്ലാക്ക് ഹോൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സെൻറ്ററിൽ പറയുന്ന ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡെൻസിറ്റിയും അതുപോലെ എന്താണ് ഒരു ഗ്രാവിറ്റി ഉള്ളൊരു പോർഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഓഫ് ദ ബ്ലാക്ക് ഹോൾ, അതിന് നമ്മളെന്ന് പറയുന്നത് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി സ്ട്രിങ് തിയറി പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ദാറ്റ് സജസ്റ്റ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആർ ആക്ച്വലി ടൈനി, വൈബ്രേറ്റിംഗ് ആൻഡ് സ്ട്രിങ്സ്. ഓക്കെ. സോ സ്ട്രിങ് തിയറി പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആക്ച്വലി എന്താണെന്നാണ് പറയുന്നത്? ഒരു ടൈനി ആൻഡ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. അതിൽ എന്താണ്? ദർ വിച്ച് ഓൾസോ നാച്ചുറലി ഇൻക്ലൂഡ്സ് ഗ്രാവിറ്റി ആൻഡ് ദിസ് തിയറി ഓഫ് ക്വാണ്ടം ഗ്രാവിറ്റി. ഓക്കെ. സോ സ്ട്രിങ് തിയറിയിൽ വരുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ടൈനി ആൻഡ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് എന്തിനും പറയുന്നത്? ക്വാണ്ടം ഗ്രാവിറ്റിയിലും പറയുന്നത്. സോ അത് എന്താണ്? യൂണിവേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഓഫ് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ലാസ്റ്റ് വരുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് മോഡലാണ്. ഈ തിയറി എന്താണ് പറയുന്നത്? ഡിസ്ക്രൈബിങ് 3 ഓഫ് ദ 4 നോൺ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആൻഡ് ക്ലാസിഫൈങ് ഓൾ നോൺ എലമെൻ്ററി പാർട്ടിക്കിൾസ്. ഓക്കെ. നമുക്ക് അറിയാവുന്ന 3 ഫണ്ടമെൻ്റൽ തിങ്സിനെ പറ്റി അല്ലെങ്കിൽ എന്താണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫോഴ്സിനെ പറ്റി എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അതുകൊണ്ട് എന്താണ് ഈവൻ ഹൊറിസോൺ ആയാലും സിംഗുലാരിറ്റി ആയാലും സ്ട്രിങ് തിയറി ആയാലും സ്റ്റാൻഡേർഡ് മോഡൽസ് ആയാലും ഇതെല്ലാം എന്താണ്? ഒബ്സർവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ യൂണിവേഴ്സ്. ഓക്കെ. നമുക്കറിയാം ഈ 4 ടേംസ് എന്താണ് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട്
എന്താണ് ഓപ്ഷൻ എ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് സ്യൂട്ട് ആവുന്നത്. കാരണം അതിലെന്താണ് ഒബ്സർവേഷൻ, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ദി യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നൊരു കാര്യമാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ബാക്കി മൂന്നും എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള തിങ്ങിനെ പറയുന്നുണ്ട്. ലൈക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സ്റ്റഡി ഓഫ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്. ഓക്കെ, ലൂണാർ എക്ലിപ്സ് അതുപോലെ സോളാർ എക്ലിപ്സ് എന്താണ് സ്റ്റഡി ചെയ്യുക. അവിടെ എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു തിങ് ഉണ്ട്. ഓക്കെ, സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ് എന്നുള്ളത്. സോ അത് വരത്തില്ല. ദെൻ മൂന്നാമത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പ്ലേസിങ് സാറ്റലൈറ്റ്സ് ഇൻ ദ ഓർബിറ്റ് ഓഫ് എർത്ത്. ഓക്കെ, എർത്തിൻ്റെ ഓർബിറ്റിൽ സാറ്റലൈറ്റ്സിനെ പ്ലേസ് ചെയ്യുന്നത്. അവിടെ എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ദെൻ ഡി വരുന്നത് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അവിടെ എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ബാക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് അത് ഒബ്സർവേഷനും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ്, അത് ഭയങ്കര വാസ്റ്റായിട്ട് കിടപ്പുണ്ട്. സോ ഈ ടേംസ് എല്ലാം എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഒബ്സർവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ് 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, how can the technique of genome sequencing often seen in the news be used in the immediate future? Statement 1. Genome sequencing can be used to identify genetic makers for disease resistance and drought tolerance in various crop plants. Second statement, this technique helps in reducing the time required to develop new varieties of crop plants. Option C, it can be used to decipher the host pathogen relationships in crops. ഓക്കെ, സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്, ജീനോം സീക്വൻസിങ്ങിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ജീനോം സീക്വൻസിങ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചറിൽ ജീനോം സീക്വൻസിങ് എങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ജീനോം സീക്വൻസിങ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ക്യാൻ ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. ജീനോം സീക്വൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടി, ടു ഐഡൻറ്റിഫൈ ജെനറ്റിക് മേക്കേഴ്സ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് ഡ്രോട്ട് ടോളറൻസ് ഇൻ വേരിയസ് ക്രോപ്പ് പ്ലാന്റ്സ്. അപ്പോൾ നമുക്കറിയാം, കാരണം എന്താണ് ഒരുപാട് പ്ലാന്റ്സിൽ എന്താണ് ഡിസീസ് റെസിസ്റ്റൻസിന് വേണ്ടിയും അതുപോലെ എന്താണ് ഡ്രോട്ട് ടോളറൻസിനൊക്കെ വേണ്ടി എന്താണ് നമ്മൾ പുതിയ ജെനറ്റിക് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ജീനോം സീക്വൻസിങ് അവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താണ് ശരിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 and 3 ഓൺലി. നെക്സ്റ്റ്, ദിസ് ടെക്നിക് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ടൈം റിക്വയർഡ് ടു ഡെവലപ്പ് ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്. ഓക്കെ, അതും നമുക്ക് വേണം എന്താണ് ശരിയായിട്ട് എടുക്കാം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് കൊണ്ടുവരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉപയോഗം വേണമല്ലോ. അല്ലെങ്കിൽ ജീനോം സീക്വൻസിങ് എന്ന് പറഞ്ഞൊരു പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയ ഇത് എന്താണ് നമ്മൾ അഗ്രികൾച്ചറിൽ പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗം വേണമല്ലോ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, നമ്മൾ വാസ്റ്റായിട്ട് ചിന്തിച്ചാൽ ദിസ് ടെക്നിക്സ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ടൈം റിക്വയർഡ് ടു ഡെവലപ്പ് ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്. ഓക്കെ, സോ അതും എന്താണ് ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, തെറ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തൊന്നുമില്ല കൺഫേം ആയിട്ട്. സോ ശരിയാവാനുള്ള ചാൻസാണ് ഇത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആൻസർ അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഏതാണ് ഓപ്ഷൻ ഡി 1, 2 and 3. സോ അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിരിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡെസിഫർ ദ ഹോസ്റ്റ് പാത്തജൻ റിലേഷൻഷിപ്സ് ഇൻ ക്രോപ്സ്. ഓക്കെ, സോ 3 ഓപ്ഷനും എന്താണ് ശരിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, ജീനോം സീക്വൻസിങ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ജെനറ്റിക് മേക്കേഴ്സ്. ഓക്കെ, ജെനറ്റിക് മേക്കേഴ്സിന് വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തുകൊണ്ട്, എന്തിനൊക്കെ വേണ്ടി, ഫോർ ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് ഡ്രോട്ട് ടോളറൻസ്. ഓക്കെ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്രോപ്പിൽ നിന്നാണ് അങ്ങനെ പരീക്ഷിച്ചാൽ നമുക്കത് ശരിയാണെന്ന് എടുക്കാം. സോ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എന്താണ്, റെഡ്യൂസിങ് ദ ടൈം റിക്വയർഡ് ടു ഡെവലപ്പ് ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്. അത് നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു ക്രോപ്പിൽ എന്താണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ എന്താണ് അത് നമുക്ക് ശരിയാണെന്ന് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതും ശരിയാണെന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്താണ് ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി ആയിട്ട് കിട്ടും. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡെസിഫർ ദ ഹോസ്റ്റ് പാത്തജൻ റിലേഷൻഷിപ്സ് ഇൻ ക്രോപ്സ്. ഓക്കെ, അപ്പോൾ ജീനോം സീക്വൻസിങ് വെച്ച് നോക്കുമ്പോൾ എന്താണ് 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ജെനറ്റിക് മേക്കേഴ്സ്, ദെൻ റെഡ്യൂസ് ഡെവലപ്മെൻറ്റ് ടൈം ആൻഡ് ഫൈനലി ഇറ്റ് ക്യാൻ ആൾസോ യൂസ് ദ ഡെസിഫർ ഹോസ്റ്റ് പാത്തജൻ റിലേഷൻഷിപ്പ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കപ്പോൾ എന്താണ് കറക്റ്റ് അതിനെപ്പറ്റിയുള്ള ഫാക്റ്റ് അറിഞ്ഞില്ലെങ്കിൽ തന്നെ എന്താണ് ജസ്റ്റ് നമ്മുടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. Next 46. The main advantage of the parliamentary form of government is that option A, the executive and legislature work independently. Option B, it provides continuity of policy and is more efficient. Option C, the executive remains responsible to the legislature. Option D, the head of the government cannot be changed without election. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് മെയിൻ അഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്തെന്നാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ
എക്സിക്യൂട്ടീവ് റിമെയിൻസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. ഓക്കെ, എപ്പോഴും എന്താണ് ലെജിസ്ലേച്ചറിനോട് എന്തായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ, ഒരു കണ്ടിന്യൂസ് അക്കൗണ്ടബിലിറ്റിയും അതുപോലെ എന്താണ് റെസ്പോൺസിബിലിറ്റിയും എക്സിക്യൂട്ടീവിന് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ആ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്, എക്സിക്യൂട്ടീവ് റിമെയിൻസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 74 അതുപോലെ ആർട്ടിക്കിൾ 74 ആൻഡ് 75 ഓക്കെ, ഇതെന്താണ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ലെവലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, യൂണിയൻ ലെവലിലെ പാർലമെൻ്ററി സിസ്റ്റം, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, അതിലാണ് പ്രൈം മിനിസ്റ്ററിനെ പറ്റിയും അതുപോലെ എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ആർട്ടിക്കിളിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂണിയൻ ലെവലിലെ പാർലമെൻ്ററി ഫോം പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് സ്റ്റേറ്റ് ലെവലിലും ഉണ്ട് ആർട്ടിക്കിൾ 163 164. ആർട്ടിക്കിൾ 163 അതുപോലെ എന്താണ് 164. ഇതെന്താണ് സ്റ്റേറ്റ് ലെവലിലെ പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ലെവലിലെ ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നത്. ഓക്കെ, സോ ഏതാണ് എക്സിക്യൂട്ടീവ് റിമെയിൻസ് റെസ്പോൺസിബിലിറ്റി ലെജിസ്ലേച്ചർ ആയിരിക്കും ഒരു പാർലമെൻ്ററി സിസ്റ്റം അല്ലെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 74 ആൻഡ് 75 എന്താണ് പറയുന്നത്, യൂണിയൻ ലെവലിലെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിനെ പറ്റി പറയുന്നു. അതുപോലെ ആർട്ടിക്കിൾ 163 ആൻഡ് 164 എന്ത് പറയുന്നു, സ്റ്റേറ്റ് ലെവലിലെ പാർലമെൻ്ററി സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ലെജിസ്ലേച്ചറെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് 46th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 47 47. In the context of India, which one of the following is the correct relationship between rights and duties? Okay, so rights and duties തമ്മിലുള്ള correct relationship ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. Option A, rights are correlative with the duties. Option B, rights are personal and hence independent of societies and duties. Option C, rights not duties are important for the advancement of the personality of the citizen. Option D, duties not rights are important for the stability of the state. ഓക്കെ, നമുക്കത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് റൈറ്റ്സ് ആർ കോറിലേറ്റീവ് വിത്ത് ഡ്യൂട്ടീസ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്, റൈറ്റ്സും ഡ്യൂട്ടീസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, റൈറ്റ്സ് ആർ ഓൾവേസ് കോറിലേറ്റഡ് വിത്ത് ഡ്യൂട്ടീസ്. ഓക്കെ, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് റൈറ്റ്സ് ഏതുമായിട്ട് ഡ്യൂട്ടീസുമായിട്ട് കോറിലേറ്റീവ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, സോ റൈറ്റ്സിനെയും അതുപോലെ ഡ്യൂട്ടീസിനെയും നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്, ഒരു കോയിനിൽ തന്നെ രണ്ട് സൈഡായിട്ടാണ് എന്ത് റൈറ്റ്സിനെയും ഡ്യൂട്ടീസിനെയും കാണുന്നത്. ഓക്കെ, നമ്മൾ ഒരു കോയിൻസിനെ കൺസിഡർ 2 sides ഓഫ് ദ സെയിം കോയിൻ ആയിട്ടാണ് നമ്മൾ റൈറ്റ്സിനെയും ഡ്യൂട്ടീസിനെയും കാണുന്നത്. എ റൈറ്റ് ഫോർ വൺ പേഴ്സൺ ഓഫൺ ഇംപ്ലൈസ് എ ഡ്യൂട്ടി ഫോർ ദ അനദർ പേഴ്സൺ ഓർ ദ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഒരാളുടെ റൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, റൈറ്റ് ഓഫ് വൺ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ഓഫ് വൺ പേഴ്സൺ എന്ന് പറയുന്നത് ഒരാളുടെ റൈറ്റ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് അനദർ. ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരാൾക്ക് റൈറ്റ്സ് കിട്ടണമെങ്കിൽ എന്താണ് മറ്റൊരാളുടെ ഒരു ഡ്യൂട്ടി ആവണം. മറ്റൊരാളുടെ ഒരു ഡ്യൂട്ടി ചെയ്താലേ ഒരാൾക്ക് എന്താണ് റൈറ്റ്സ് കിട്ടത്തുള്ളൂ. അയാൾക്ക് കിട്ടേണ്ട റൈറ്റ്സ് എന്താണ് മറ്റൊരാൾ ഡ്യൂട്ടി ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അതാണ് ഇവിടെ പറയുന്നത്, റൈറ്റ്സും അതുപോലെ ഡ്യൂട്ടീസും എന്താണ് റിലേറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയൊക്കെ എന്താണ് നോക്കി പോകണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതിലാണ് വരുന്നത്, പാർട്ട് 3 അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A വരുന്നതാണ്. അപ്പോൾ അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഓക്കെ, ദെൻ ഇത് കൂടാതെ എന്താണ് നേരത്തെ നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ടോട്ടലി ഇപ്പോൾ എത്ര 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉണ്ടായിരുന്നത്. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നത്, 10 ഉണ്ടായിരുന്നത്. പക്ഷേ 82nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി എന്താണ് ഒന്നുകൂടി ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ എത്രയാണ് ഉള്ളത്, 11 ഡ്യൂട്ടീസാണ് നമുക്കുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഐഡിയ ബോറോ ചെയ്ത് എവിടെ നിന്നാണ്, USSR നിന്നായിരുന്നു. ഓക്കെ, സോ പഴയ USSR നിന്നായിരുന്നു എന്ത് ചെയ്ത് ബോറോ ചെയ്ത്. ആൻഡ് ആൾസോ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നത്, അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, മറന്നു പോരുത്, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ റെക്കമെൻഡ് ചെയ്തത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ റെക്കമെൻഡ് ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 48. The mind of the makers of Constitution of India is reflected in which of the following? Option A, preamble. Option B, the fundamental rights. Option C, the directive principles of state policy. Option D, fundamental duties. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, മൈൻഡ് ഓഫ് മേക്കേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾവേസ് റിഫ്ലക്റ്റഡ് ഇൻ ദ പ്രിയാമ്പിൾ. ഓക്കെ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനുള്ളിലുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഒരു ആമുഖം. ഓക്കെ, അതിന് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കണ്ടന്റ് എന്താണ് പ്രിയാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇറ്റ്സ് ബേസിക് ഫിലോസഫി ആൻഡ് ഫണ്ടമെൻ്റൽ വാല്യൂസ് ആണ് പറയുന്നത്. ബേസിക്
ഫിലോസഫി ആൻഡ് ഫണ്ടമെൻ്റൽ വാല്യൂസ്. ഓക്കെ, സോ അതാണ് എന്ത് ഈ നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നത്. കൂടാതെ എന്താണ് ഈ വാല്യൂസ് എന്തൊക്കെയാവാം, പൊളിറ്റിക്കൽ ആവാം, മോറൽ ആവാം, റിലീജിയസ് ആവാം. ഓക്കെ, സോ ദ വാല്യൂസ് ഷുഡ് ബി പൊളിറ്റിക്കൽ, മോറൽ ആൻഡ് റിലീജിയസ്. ഓക്കെ, സോ അതാണെന്ത് ഈ പ്രിയാമ്പിളിൽ പറയുന്നത്. ഓക്കെ, സോ ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ പ്രിയാമ്പിൾ. ഓക്കെ, സോ അതാണ് 48ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 49. ഇഫ് യു ട്രാവൽ ബൈ റോഡ് ഫ്രം കൊഹിമ ടു കോട്ടയം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ ഇന്ത്യ ത്രൂ വിച്ച് യു ക്യാൻ ട്രാവൽ ഇൻക്ലൂഡിംഗ് ദ ഒറിജിൻ ആൻഡ് ദ ഡെസ്റ്റിനേഷൻ? ഓക്കെ, നമ്മളിപ്പോൾ കൊഹിമയിൽ നിന്ന് കോട്ടയം വരെ എന്താണ് ട്രാവൽ ചെയ്യുകയാണ്. കൊഹിമ എവിടെയാണ്? നാഗാലാൻഡ് ക്യാപിറ്റലാണ് എവിടെയെന്ന് പറയുന്നത്? കൊഹിമ എന്ന് പറയുന്നത്. ആൻഡ് കോട്ടയം വി നോ ഇറ്റ്സ് ഇൻ കേരള. സോ നാഗാലാൻഡിൽ നിന്ന് കേരളം വരെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാവാന്നാണ് നോക്കിയാൽ നമുക്ക് ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് മാപ്പ് നോക്കി ആൻസർ കിട്ടുമോ നോക്കാം. കൊഹിമയാമത് ഇവിടെ നാഗാലാൻഡാണ് കിടക്കുന്നത്. നാഗാലാൻഡിൽ നിന്ന് നമുക്ക് എളുപ്പത്തിന് എങ്ങനെ വരാം? നാഗാലാൻഡിൽ നിന്ന് ആസാം വരാം, ദെൻ ആസാം ടു വെസ്റ്റ് ബംഗാൾ. അപ്പോൾ എന്താണ് 2 സ്റ്റേറ്റ് കവർ ചെയ്തു. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിന്നെ ഇവിടെ വരാം, ജാർഖണ്ഡ് കയറാതെ തന്നെ നമുക്ക് എന്താണ് ഒഡീഷയിൽ വരാനായിട്ട് പറ്റും. കാരണം മിനിമം നമ്പറാണ് നമ്മളുടെ ചോദിച്ചേക്കുന്നത്. സോ ഒഡീഷയിൽ എത്താം. അവിടെ നിന്ന് എന്താണ് ഛത്തീസ്ഗഡോ തെലങ്കാനയൊന്നും കയറേണ്ട ആവശ്യമില്ല. കാരണം മിനിമം നമ്പർ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ്സ് വഴി കയറുക. സോ ആന്ധ്രാപ്രദേശ് കയറുന്നു, ദെൻ അവിടെ നിന്ന് തമിഴ്നാട് കയറുന്നു, ദെൻ ഫൈനലി കേരളം കയറുന്നു. അപ്പോൾ എത്ര സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്തു? ഇൻക്ലൂഡിങ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ പറയുന്നുണ്ട്. സോ നാഗാലാൻഡ് 1, ആസാം 2, വെസ്റ്റ് ബംഗാൾ 3, ഒഡീഷ 4, ആന്ധ്രാപ്രദേശ് 5, തമിഴ്നാട് 6 ആൻഡ് കേരള 7. ഓക്കെ, സോ ടോട്ടൽ 7 സ്റ്റേറ്റ്സ് എന്താണ് നമുക്ക് അതിൽ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 7 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യയുടെ മാപ്പിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് 2 സ്ഥലവും അറിഞ്ഞിരിക്കണം. ഏകദേശം ഒരു മാപ്പിങ്ങിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതും ഏതാണ് മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഒറിജിനും ഡെസ്റ്റിനേഷനും ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് നമുക്ക് അത്രയും പ്രോപ്പറായിട്ട് നമ്മുടെ മാപ്പിങ്ങും അതുപോലെ സ്റ്റേറ്റ്സ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു മാപ്പ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് തോന്നി. അല്ല നോർമൽ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും കുറച്ച് മാപ്പിങ്ങിനെ പറ്റി നമുക്ക് ആരും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 15th ക്വസ്റ്റ്യൻ. The Parliament of India exercise control over the functions of the Council of Ministers through option A, first statement adjournment motion, രണ്ടാമത്തത് question hour, third one supplementary questions. Select the correct answer using the code given below. 1 only, 2 and 3 only, 1 and 3 only, 1, 2 and 3. അപ്പോൾ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എക്സസൈസ് കൺട്രോൾ ഓവർ ദ ഫങ്ഷൻസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കീഴിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എന്താണ് ഇത് 3ഉം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മേളിലുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് മോഷൻ ആയാലും ക്വസ്റ്റ്യൻ അവർ ആയാലും സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ആയാലും ഇത് 3 എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്ന 3 തിങ്സ് ആണ്. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ് മോഷൻ എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ്സ് എ പ്രൊസീജിയറൽ ഡിവൈസ് ടു ബ്രിങ് ദ അറ്റൻഷൻ ഓഫ് ദ ഹൗസ്. ഓക്കെ, എന്താണ് നമ്മുടെ ഹൗസിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറുള്ള ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി? ടു എ ഡെഫിനിറ്റ് മാറ്റർ ഓഫ് അർജൻറ്റ് പബ്ലിക് ഇമ്പോർട്ടൻസ്. ഓക്കെ, അർജൻറ്റ് പബ്ലിക് ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സിന് എന്താണ് ഹൗസിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഡിവൈസാണ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് മോഷൻ എന്ന് പറയുന്നത്. അർജൻറ്റ് പബ്ലിക് മാറ്റേഴ്സ്. ഓക്കെ, സോ അതാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് മോഷൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ നമുക്കറിയാം എന്താണ് ഫസ്റ്റ് അവർ ഓഫ് ദ സിറ്റിംഗ് ഓഫ് ലോക്സഭയാണ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് അവർ ആ ഒരു ഫസ്റ്റ് അവറിനാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് അവർ ഓഫ് ദ സിറ്റിംഗ് ഓഫ് ലോക്സഭ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് മെമ്പേഴ്സ് എന്തായിരിക്കും മിനിസ്റ്റേഴ്സിനോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനെല്ലാം എന്താണ് മിനിസ്റ്റേഴ്സ് ആൻസർ പറയണം. സോ ആ ഒരു ടൈമിനാണെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്നത്. ഇനി സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ ഉണ്ട്. സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് സ്പീക്കറുടെ പെർമിഷനോട് മാത്രമേ ആസ്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സ്പീക്കറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ ഒരു മെമ്പറിന് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. അതെങ്ങനെയാണ്
ഒരു നമ്മൾ നോർമലി ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ക്വസ്റ്റ്യൻ ആ മിനിസ്റ്റർ നൽകിയ ആൻസറിന് അല്ലെങ്കിൽ റിപ്ലൈക്ക് ബദലായിട്ട് എന്താണ് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതാണ് എന്ത് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഓക്കെ, നോർമലി ഒരു ക്വസ്റ്റ്യനുള്ള റിപ്ലൈ മിനിസ്റ്റർ തരും, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതാണ് ഇത് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പറയുന്നത്. പക്ഷേ അതിലെന്താണ് സ്പീക്കറുടെ ഒരു പെർമിഷൻ ആവശ്യമാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇത് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, ദ 3 things എക്സസൈസ് കൺട്രോൾ ഓവർ ദ ഫംഗ്ഷൻ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇത് മൂന്നും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇതിൻ്റെ മൂന്നിനും എന്താണ് ആൻസർ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത് മൂന്നിനും അവരെന്താണ് ബാധ്യസ്ഥരാണ്. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി 1, 2 and 3 ആയിരിക്കും. ഓക്കെ, സോ അതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.